കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi, I welcome everyone to this session of IGNO Focus 5.0 IGNO മുൻകാല ചോദ്യപേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പേപ്പർ BNM 022. അത് നമ്മളുടെ ബാച്ചുലർ ഓഫ് ആർട്സ് ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ BAF JDM വരുന്ന പേപ്പർ ആണ് BNM 022 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു പേപ്പർ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് എന്തിനീ ഒരു ഗൈഡ്, വൈ ദിസ് ഗൈഡ് എന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ BNM 022 ടെക്നിക്സ് ഓഫ് റിപ്പോർട്ടിങ്ങിന്റെ എക്സാം നിങ്ങൾ എഴുതാൻ വേണ്ടി പോവാണല്ലേ. സോ എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കാണും. ലൈക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ, അതേപോലെ അല്ലെ ഇപ്പം നമ്മൾ പല ടോപ്പിക്സുകളും ഇപ്പൊ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ കാണും, ചില ഇമ്പോർട്ടന്റ് യൂണിറ്റുകൾ കാണും. അപ്പൊ അതൊക്കെ ഏത് ആണ്, എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ കാണും. ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഒക്കെ ഇത് ഈ പറയുന്ന പേപ്പർ ഒട്ടും തന്നെ നോക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ കാണും. സോ അവർക്കും ഒക്കെ വേണ്ടിയിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗൈഡാണ്, ലൈക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോ പക്ഷേ എന്താ ഈ പറയുന്നത് പോലെ എക്സാം റിലേറ്റഡ് ആയിട്ട് കുറെ ഡൗട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർ കാണും അല്ലെ. ഒട്ടും തന്നെ ഈ പറയുന്ന പേപ്പർ പ്രിപ്പയർഡ് ആകാത്ത, ലൈക്ക് ഇവൻ ഓപ്പൺ ചെയ്ത് പോലും ചെയ്യാത്ത ആൾക്കാർ ചിലപ്പോൾ കാണും, ബിക്കോസ് ഓഫ് ദ ബിസി ലൈഫ്. അപ്പോ അങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു ഗൈഡ് വളരെ എന്താ പറയാ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഓൾസോ ഓൾറെഡി എല്ലാം പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ ഈ പറയുന്ന ഗൈഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം എല്ലാ എന്താ പറയാ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അനലൈസ് ചെയ്തിട്ട്, ഓക്കെ, പാസ്റ്റ് ഒരു 5 to 6 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഗൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളുടെ വളരെ ടോപ്പ് 3 ആയിട്ടുള്ള ഹൈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, ആൻഡ് ഓൾസോ 10 റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ ഏത് ബ്ലോക്ക് വേണം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ, അപ്പൊ അതൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഇനിയിപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഗൈഡിൽ ഡിസ്കസ് ചെയ്യുന്നു ചോദിച്ചാൽ സിലബസ് മാപ്പിംഗ് ഉണ്ട്. അതായത് ബ്ലോക്ക് വൈസ് ഏത് ബ്ലോക്കിലെ ഏത് യൂണിറ്റിലെ ഏത് ടോപ്പിക് ആണ് കുറെ കൂടുതൽ തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്, അതിന്റെ റെലവൻസ് കാറ്റഗറി ഏതാണ്, അതേപോലെ ഇപ്പം ക്വസ്റ്റ്യൻ പാറ്റേൺ. ഓക്കെ, ഇപ്പം ചില എക്സാം പേപ്പേഴ്സ് എടുക്കുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വേറെ ആയിരിക്കും. അപ്പൊ ഓരോ കോഴ്സിനും അല്ലെങ്കിൽ ഓരോ പേപ്പറിനും അതിൻ്റെതായിട്ടുള്ള എക്സാം പാറ്റേൺ കാണും. സോ ഈ ഒരു പേപ്പർ വരുമ്പോൾ അതിന്റെ എക്സാം പാറ്റേൺ എന്താണ് അത് അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാർക്ക് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പ് 10 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പിക് പ്രോബബിലിറ്റി പ്രിഡിക്ഷൻസും ആണ്. അപ്പൊ ഈ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിസംബർ 2025 ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രോബബിലിറ്റി, ഓക്കെ, ഏതൊക്കെ ടോപ്പിക്കുകൾ വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ. ഹൈ മീഡിയം കാറ്റഗറിയിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. And also we discuss long categorized questions. Then next one mock predictive paper ആണ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ by the end of this video നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്തിട്ട് യു ക്യാൻ റൈറ്റ് ആൻസേഴ്സ് ബിഫോർ ദ എക്സാം. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മളുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹൗ വി വർക്ക് എന്ന് ചോദിച്ചാൽ ദറ്റ് വി അനലൈസ് മൾട്ടി ഇയർ termed examination papers and called each question by unit, subtopic and format. Okay, yes, so അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് കടക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് ആണ്. So here we have a table
ആൻഡ് അതിൽ ബ്ലോക്ക് ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, ടോപ്പിക് ഉണ്ട്, അപ്പിയറൻസ് ഉണ്ട്, റെലവൻസ് ഉണ്ട്. ഇപ്പൊ ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ന്യൂസിലെ യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ന്യൂസ് എടുത്താൽ അതിലെ ടോപ്പിക് എലമെന്റ്സ് ഓഫ് ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക് അപ്പിയർ ചെയ്തിട്ടുള്ളത് 1 ടൈം ആൻഡ് റെലവൻസ് ലോ ആണ്. ഇനി ആ സെയിം ബ്ലോക്കിലെ ആ സെയിം യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ന്യൂസിൽ ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്ന ടോപ്പിക് അപ്പിയർ ചെയ്തിട്ടുള്ളത് 1 ടൈം ആണ്, ലോ ആണ് റെലവൻസ് വരുന്നത്. ആൻഡ് ന്യൂസ് റിപ്പോർട്ടിംഗ് റൈറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക് 2 ടൈംസ് അപ്പിയർഡ് ആൻഡ് ലോ റെലവൻസ് ആണ്. ഇനിയും യൂണിറ്റ് 2 ന്യൂസ് സോഴ്സസിലേക്ക് വരുമ്പോൾ ന്യൂസ് ഏജൻസീസ് 1 ടൈം ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ റെലവൻസ് എന്ന് പറയുമ്പോൾ ലോ ആണ്. ഇനിയിപ്പം യൂണിറ്റ് 3 ന്യൂസ് റൂം സെറ്റപ്പ് ആൻഡ് എഡിറ്റോറിയൽ റോൾസ്, അതിൽ എഡിറ്റോറിയൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് 2 ടൈംസ് അപ്പിയർഡ് ആൻഡ് ലോ റെലവൻസ്. കമ്മിങ് ടു ബ്ലോക്ക് 2 റിപ്പോർട്ടിംഗ് ടൈപ്സ് ആൻഡ് ടൂൾസ്, യൂണിറ്റ് 4 ടൈപ്സ് ഓഫ് റിപ്പോർട്ടിംഗ്, അതിൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് 1 ടൈം ആണ് വന്നിട്ടുള്ളത്, ലോ ആണ് റെലവൻസ്. ഓക്കെ, അടുത്തത് ബ്ലോക്ക് 2 റിപ്പോർട്ടിംഗ് ടൈപ്സ് ആൻഡ് ടൂൾസ്, യൂണിറ്റ് 4 ടൈപ്സ് ഓഫ് റെക്കോർഡിംഗ് പാർലമെന്ററി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക് വന്നിട്ടുള്ളത് 1 ടൈം ആണ് ആൻഡ് ലോ ആണ് അതിന്റെ റെലവൻസ്. ഇനി യൂണിറ്റ് 5ലേക്ക് വരുമ്പോൾ റിസർച്ച് ഫോർ ജേർണലിസ്റ്റിക് റൈറ്റിംഗ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഇൻ ജേർണലിസം 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്, ലോ ആണ് റെലവൻസ്. അടുത്തത് യൂണിറ്റ് 6ലേക്ക് വരുമ്പം ഇന്റർവ്യൂ എന്ന് പറയുന്ന യൂണിറ്റ്, അതിൽ ഇന്റർവ്യൂ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്ന ടോപ്പിക് 1 ടൈം ആണ് വന്നിട്ടുള്ളത്, ലോ ആണ് റെലവൻസ്. പിന്നീട് വരുമ്പോ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ ഇന്റർവ്യൂ എന്ന് പറയുന്ന ടോപ്പിക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ലോ ആണ് കാറ്റഗറി. ഓക്കെ, അല്ലെങ്കിൽ റെലവൻസ്. ഈ ബ്ലോക്ക് 3 റിപ്പോർട്ടിംഗ് ബീറ്റ്സ്, അതില് യൂണിറ്റ് 7 സിവിക് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന യൂണിറ്റിലെ സിവിക് റിപ്പോർട്ടിംഗ് കോൺസെപ്റ്റ്സ് ആൻഡ് ട്രെൻഡ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഒരു തവണ വന്നിട്ടുണ്ട്, ലോ ആണ് അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. പിന്നീട് യൂണിറ്റ് 8ലേക്ക് വരുമ്പോൾ സോഷ്യൽ ഇഷ്യൂസ്, റിപ്പോർട്ടിംഗ് ഓൺ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്ന ടോപ്പിക് 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്, ലോ ആണ് റിലവൻസ്. അടുത്തത് യൂണിറ്റ് 8 സോഷ്യൽ ഇഷ്യൂസ് എൻവയോൺമെന്റൽ റിപ്പോർട്ടിംഗ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ലോ ആണ് റെലവൻസ്. അടുത്തത് യൂണിറ്റ് 9 ലൈഫ് സ്റ്റൈൽ ഫാഷൻ ആൻഡ് ഫിലിംസ്, അതിൽ ഫാഷൻ ഫോട്ടോഗ്രാഫി 1 ടൈം ചോദിച്ചിട്ടുണ്ട്, ലോ ആണ് റെലവൻസ് വരുന്നത്. ഓക്കെ, ദെൻ 10th യൂണിറ്റ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്, അതിന്റെ ഏരിയാസ്, ചാലഞ്ചസ്, ഗൈഡ് ലൈൻസ് അതൊക്കെ 2 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. ദെൻ യൂണിറ്റ് 10 ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനിൽ തന്നെ എഡ്യൂക്കേഷൻ ബീറ്റ് എന്ന് പറയുന്ന ടോപ്പിക് 1 ടൈം, ലോ റെലവൻസ്. കമ്മിങ് ടു ബ്ലോക്ക് 4 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 2, യൂണിറ്റ് 11 സ്പോർട്സ് റിപ്പോർട്ടിംഗ്, സ്പോർട്സ് റിപ്പോർട്ടർ സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് 1 ടൈം appeared in low relevance. Block 4 reporting beats 2, unit 12 crime reporting, അതിൽ crime reporter qualities 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്, ലോ ആണ് റെലവൻസ്. അടുത്തത് ബ്ലോക്ക് 4 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 2 തന്നെ യൂണിറ്റ് 12 ക്രൈം റിപ്പോർട്ടിംഗിൽ തന്നെ ക്രൈം റിപ്പോർട്ടിംഗ് സോഴ്സസ് 1 ടൈം, ലോ റെലവൻസ്. യൂണിറ്റ് 13 ലീഗൽ റിപ്പോർട്ടിംഗ്, ലീഗൽ റിപ്പോർട്ടിംഗ് പ്രിക്വേഷൻസ് 1 ടൈം, ലോ റെലവൻസ്. ദെൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് 1 ടൈം, ലോ റെലവൻസ്. Circumstantial evidence 1 time, low relevance. Political parties story leads 1 time, low relevance. Political news gathering and writing 1 time, low relevance. Okay, so അതാണ് നമ്മളുടെ ഒരു സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ലൈക് ഫ്രം ഡിസംബർ 2024 ടു ജൂൺ 2025 PYQs നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 4 ആണ്, റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 2 ആണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3. ഓക്കെ, 2 ബ്ലോക്കിനും ഈക്വൽ ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2 ആണ്. ഓക്കെ, സോ അങ്ങനെ ഇവിടെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇനിയിപ്പോ നമ്മുടെ ബ്ലോക്ക് 1 ടു ബ്ലോക്ക് 4 നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ എക്സ് ആക്സിസിൽ യൂണിറ്റുകളും വൈ ആക്സിസിൽ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കളേഴ്സ് എന്താന്ന് ചോദിച്ചാല് ഏറ്റവും കൂടുതലും ഏത് യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആ ഒരു യൂണിറ്റ് യെല്ലോ കളർ ആയിരിക്കും. ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പം ബ്ലോക്ക് 1 എടുത്താൽ അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, യൂണിറ്റ് 1 നമുക്ക് നോക്കിയാലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ദെൻ കമ്മിങ് ടു ബ്ലോക്ക് 2 യൂണിറ്റ് 4ൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റുകളെയാണ് ഇവിടെ ആ ഒരു കളർ കോഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് നമുക്ക് നോക്കാം. ന്യൂസ് റിപ്പോർട്ട് റൈറ്റിംഗ് യൂണിറ്റ് 1, ബിക്കോസ് അത് ബോത്ത് പേപ്പേഴ്സിലും ഓഫൻ തിയറി ആയിട്ട് പെയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വൺ
എഡിറ്റോറിയൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫ്രം യൂണിറ്റ് 3 ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അക്രോസ് സെഷൻസ്. ദെൻ തേർഡ് വൺ ഹെൽത്ത് റിപ്പോർട്ടിംഗ് ഏരിയാസ് ഗൈഡ് ലൈൻസ് യൂണിറ്റ് 10 നിന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നീട് വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ കോർ കോൺസെപ്റ്റ്സ് ആണ്. ദെൻ താഴേക്ക് വരുമ്പോൾ 3 ടോപ്പ് ഹീൽഡ് ടോപ്പിക്സ് ബൈ ബീറ്റ് ആൻഡ് റിപ്പോർട്ടേജ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ക്രൈം റിപ്പോർട്ടിംഗ്, ക്വാളിറ്റി റിസോഴ്സസ് യൂണിറ്റ് 12 ആണ്. അതുപോലെ ലീഗൽ റിപ്പോർട്ടിംഗ് ആൻഡ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ്, ഈ 3 ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലോങ് എസ്സേ ഉണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു 4 ഷോർട്ട് ആൻസേഴ്സ് വരുന്നുണ്ട്, അതുപോലെ ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട്, ഹൈബ്രിഡ് വരുന്നുണ്ട്. ഓക്കെ, സോ യെസ്, ഒരു 5+15 മാർക്കിന്റെ ആണ് ഹൈബ്രിഡിൽ വരുന്നത്. ഇതാണ് നമുക്ക് ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റ്സ്, അതായത് എക്സാം പാറ്റേൺ ആണ്. 20 മാർക്കിന് 250 to 300 വേർഡ്സ്. ദെൻ അതേപോലെ തന്നെ നമുക്ക് 20 മാർക്കിന് 4 ഷോർട്ട് ആൻസേഴ്സ് വരുന്നുണ്ട്, ലൈക്ക് 80 to 120 പെർ സബ് പാർട്ട് ആണ്. ദെൻ ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട്, അതും അഗൈൻ 80 to 120 വേർഡ്സ് ആണ്. ലാസ്റ്റ് ആണ് ഹൈബ്രിഡ് വരുന്നത്, 350 വേർഡ്സ് വെച്ചിട്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ലോങ്സ്റ്റ് 20 മാർക്കിനാണ് നമ്മൾ പറഞ്ഞു 250 തൊട്ട് 350 വേർഡ്സ് ആണ്. ലൈക് ഡെഫിനിഷൻസ് കൊടുക്കുക, ബ്രീഫ് തിയറി, അതിൽ എക്സാമ്പിൾസ് കൊടുക്കുക, ആൻഡ് കൺക്ലൂഷൻസ് എല്ലാം കൊടുക്കുക. 2 to 3 വെൽ ഡെവലപ്ഡ് പാരഗ്രാഫ്സിൽ എഴുതാൻ വേണ്ടി നോക്കുക. ആൻഡ് ദെൻ കമ്മിങ് ടു ദ സെക്കൻഡ് വൺ, സ്ട്രക്ചേർഡ് വൺ, 4x5 20 മാർക്സിനാണ് ചോദിക്കാറ്. 5 മാർക്കിന് 4 ആയിരിക്കും. ആൻഡ് അതിൽ 80 to 120 വേർഡ്സിനാണ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, റെസ്പോൺസിബിലിറ്റീസ്, എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക. Then coming to this hybrid, like 5+50 20, then part A define or explain a concept എന്നായിരിക്കും. Then part B എന്ന് പറയുമ്പോൾ write 350 word news report with headline, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഹൈബ്രിഡിൽ വരുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന ഒരു എക്സാം സ്ട്രക്ചറിന്റെ ഒരു അനാലിസിസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫ്രം ഡിസംബർ 2024 to June 2025, when we analyze exam pattern, we can see that ലോങ് എസ്സേസും ഹൈബ്രിഡും സ്റ്റേബിൾ ആയിട്ട് പോയിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെൻഡ് വിഷ്വലൈസേഷൻ. ആ ലോങ് എസ്സേയും അതുപോലെ ഹൈബ്രിഡ് ആയിട്ട് വരുന്നതും നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എക്സാം പാറ്റേൺ നോക്കിയാൽ. ഓക്കെ, സോ മൊത്തത്തിൽ നമുക്ക് നോക്കിയാൽ ഈ പറയുന്ന ലോങ് എസ്സേസും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഷോർട്ട് നോട്ട്സും ദെൻ ഹൈബ്രിഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ യെസ്, അതായത് നമ്മുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ പറയുന്ന 3 മണിക്കൂറിന്റെ എക്സാം 100 മാർക്കിനുള്ള പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചാല് ഇപ്പൊ 5 ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. 20 മാർക്ക് ടാസ്കിന് ഒരു 30 to 35 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഒരു 20 മാർക്ക് ക്വസ്റ്റിന് വേണ്ടിയിട്ട്. ആൻഡ് 3 ലോങ് എസ്സേസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സാം എഴുതാൻ വേണ്ടി നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഒരു 35 തൊട്ട് 38 മിനിറ്റ് വരെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 5 മാർക്ക് കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റും, അതേപോലെ 350 വേർഡ് റൈറ്റിംഗ്സിന് വേണ്ടിയിട്ട് അല്ലെ 5+15 മാർക്കാണ്. സോ അതിൽ 5 മാർക്ക് എഴുതാൻ വേണ്ടിയിട്ട് 5 മിനിറ്റും ബാക്കിയുള്ള 30 അല്ലെങ്കിൽ 33 മിനിറ്റ്സ് ഈ പറയുന്ന 15 മാർക്ക് എഴുതാൻ വേണ്ടിയിട്ടും ഹൈബ്രിഡിൽ സ്പെൻഡ് ചെയ്യാം. അതുപോലെ സ്ട്രക്ചേർഡ് നോട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 28 തൊട്ട് 32 മിനിറ്റ് എന്ത് ചെയ്യാം മൊത്തത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു ഏകദേശം ഒരു 6 to 7 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് അത് സ്പെൻഡ് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് നിങ്ങൾ ഒരു 10 മിനിറ്റ് റിസർവ് ചെയ്യണം. എന്തിനാന്ന് ചോദിച്ചാൽ ഫൈനലി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയത് കറക്റ്റ് ആണോ അങ്ങനെയുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം. ഓക്കെ, വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് നമുക്ക് ടോപ്പ് ആയിട്ട് വരുന്ന 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ നോക്കാം. സോ ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് വിത്ത് അപ്പിയറൻസ് കൗണ്ട്, ഹെൽത്ത് റിപ്പോർട്ടിംഗ് ഏരിയാസ് ആൻഡ് ചാലഞ്ചസ് ആൻഡ് കവറേജ്, ഡൂസ് ഓർ ഡോൺസ്. ഓക്കെ, 2 തവണ വന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ കോൺസെപ്റ്റ് പ്ലസ് 350 വേർഡ് ന്യൂസ് റിപ്പോർട്ട് 5+15 ഹൈബ്രിഡ് ആണ് വന്നിട്ടുള്ളത്, 2 എണ്ണം വന്നിട്ടുണ്ട്. അടുത്തത് ന്യൂസ് റൂം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് 4x5 സ്ട്രക്ചേർഡ് ആണ്, 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രൈം റിപ്പോർട്ടിംഗ് ക്വാളിറ്റീസും സോഴ്സസും 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്.
അഞ്ചാമത്തത് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ്, ന്യൂസ് ഗ്യാതറിംഗ്, റൈറ്റിംഗ്, പാർട്ടി ആക്ടിവിറ്റീസ് 2 തവണ വന്നിട്ടുണ്ട്. ലീഗൽ റിപ്പോർട്ടിംഗിന്റെ പ്രിക്വേഷൻസ്, കോണ്ടം, ട്രയൽ ബൈ മീഡിയ 2 തവണ വന്നിട്ടുണ്ട്. ഇന്റർവ്യൂവിന്റെ എത്തിക്സ് ആൻഡ് അതുപോലെ ഡൂസും ഡോൺസും 2 തവണ വന്നിട്ടുണ്ട്. എലമെന്റ്സ് ഓഫ് ന്യൂസ് 1 തവണയാണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഇൻ ജേർണലിസം 1 തവണ. ദെൻ സ്പോർട്സ് റിപ്പോർട്ടർ സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസും 1 തവണ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന റിപ്പീറ്റഡ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ്, അതുപോലെ അതിൽ എത്രത്തോളം ആവറേജ് മാർക്ക് എത്രത്തോളം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ, ഹെൽത്ത് റിപ്പോർട്ടിംഗ് ഏരിയാസ് ആൻഡ് ചാലഞ്ചസ് ആൻഡ് തിങ്സ് ടു കീപ് ഇൻ മൈൻഡ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 2 ടൈംസ് അപ്പിയർഡ്, അതേപോലെ ആവറേജ് മാർക്ക് 20 ആണ്. ദെൻ കോൺസെപ്റ്റ് പ്ലസ് 350 വേർഡ് ന്യൂസ് റിപ്പോർട്ട് ഹൈബ്രിഡ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 അപ്പിയറൻസ് 2 ആവറേജ് മാർക്ക് 20. Newsroom roles and responsibilities, Block 1, Unit 3, Appearance 2, average mark 20. Crime reporting qualities or sources, Block 4, Unit 12, Appearances 2, average mark 20. Political reporting, news gathering and writing or story leads, Block 4, Unit 14, Appearance count 2 and average mark 20. Legal reporting, preparations and content and trial by media, Block 4, Unit 13, appearance count 2, average mark 20. Interview ethics and do's or don'ts, Block 2, Unit 6, appearance count 2 ആണ്, 20 ആണ് average mark. Then elements of news, Block 1, Unit 1, 1 time appeared and 20 ആണ് average mark. Importance of research in journalism, Block 2, Unit 5, 1 time appeared and 20 average mark. Then sports reporter skills and qualities, Block 4, Unit 11, 1 time appeared and 20 average mark. Okay. അടുത്തത് ഈ പറയുന്ന റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് ഡിസംബർ 2024 തൊട്ട് ജൂൺ 2025 വരെ എടുക്കുമ്പോൾ 87.5% വന്നിട്ടുള്ളത് ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 12.5% മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ 20 മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 5 മിനിറ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഔട്ട്ലൈൻ ചെയ്യുക. then ഒരു 12 തൊട്ട് 15 മിനിറ്റ് എടുത്തിട്ട് അത് എഴുതുക. ഓക്കെ, ഹെൽത്ത്, പൊളിറ്റിക്കൽ ക്രൈം, ലീഗൽ ഇന്റർവ്യൂ, ന്യൂസ് റൂം, ഹൈബ്രിഡ് റിപ്പോർട്ട്, അങ്ങനെയുള്ള ടോപ്പിക്സുകളും കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ പല പല മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ടീച്ച് മാക് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. അതായത് നമുക്കൊരു ബ്ലോക്ക്, ദെൻ യൂണിറ്റ്, ടോപ്പിക്, പ്രോബബിലിറ്റി, കാറ്റഗറി എന്ന് പറയുന്ന കോളംസ് ഉണ്ട്. സോ നമുക്ക് ഓരോ യൂണിറ്റിലെയും ഏത് ടോപ്പിക്കുകൾ എത്രത്തോളം വരാനുള്ള ചാൻസസ് ഉണ്ട്, ഓക്കെ, അതിന്റെ കാറ്റഗറി ബൈ അപ്പിയറൻസ് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ പറയുന്ന പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബ്ലോക്ക് 3 റിപ്പോർട്ടിംഗ് വീക്സ് 1 യൂണിറ്റ് 10 ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, അതിൽ ഹെൽത്ത് റിപ്പോർട്ടിംഗ് ഏരിയാസ്, ചാലഞ്ചസ്, ഗൈഡ് ലൈൻസ് വരാനുള്ള ചാൻസ് 100 ആണ്, കാറ്റഗറി ഹൈ. ദെൻ ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ന്യൂസ്, യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിംഗ് ന്യൂസ്, ഹൈബ്രിഡ് 5+15 ആണ്, കോൺസെപ്റ്റ് പ്ലസ് 350 വേർഡ് ന്യൂസ് റിപ്പോർട്ട് 100 പ്രോബബിലിറ്റി ഹൈ കാറ്റഗറി ആണ്. അടുത്തത് ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ന്യൂസ്, യൂണിറ്റ് 3 ന്യൂസ് റൂം സെറ്റപ്പ് ആൻഡ് റോൾസ്, ന്യൂസ് റൂം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് 100% പ്രോബബിലിറ്റി ആണ്. ദെൻ ഹൈ ആണ് കാറ്റഗറി. ബ്ലോക്ക് 4 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 2 യൂണിറ്റ് 12 ക്രൈം റിപ്പോർട്ടിംഗ്, അതിന്റെ ക്വാളിറ്റീസ് ആൻഡ് റിസോഴ്സസ് 100 ആണ് പ്രോബബിലിറ്റി ഹൈ കാറ്റഗറി. ബ്ലോക്ക് 4 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 2 തന്നെ യൂണിറ്റ് 14 പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ്, ന്യൂസ് ആൻഡ് ഗ്യാതറിംഗ്, റൈറ്റിംഗ് ആൻഡ് പാർട്ടി ആക്ടിവിറ്റീസ് 100 probability and high category. Then unit 13 legal reporting precautions, contempt and trial by media 100 probability and high category. Then block 2 types and tools le unit 6 interview ന്റെ ethics അതുപോലെ do's and don'ts 100 ആണ് probability high ആണ് category. അടുത്തത് ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ന്യൂസിലെ യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിംഗ് ന്യൂസ്, അതിൽ എലമെന്റ്സ് ഓഫ് ന്യൂസ് 50% ആണ് പ്രോബബിലിറ്റി വരുന്നത്, മീഡിയം ആണ് കാറ്റഗറി. ബ്ലോക്ക് 2 ടൈപ്സ് ആൻഡ് ടൂൾസിലെ യൂണിറ്റ് 5 റിസർച്ച് ഫോർ ജേർണലിസ്റ്റിക് റൈറ്റിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഇൻ ജേർണലിസം 50 ആണ് പ്രോബബിലിറ്റി, മീഡിയം ആണ് കാറ്റഗറി. ഓക്കെ, അടുത്തത് ബ്ലോക്ക് 4 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 2 യൂണിറ്റ് 11 സ്പോർട്സ് റിപ്പോർട്ടർ സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് 50 ആണ് പ്രോബബിലിറ്റി, മീഡിയം ആണ് കാറ്റഗറി. ദെൻ ബ്ലോക്ക് 2 ടൈപ്സ് ആൻഡ് ടൂൾസ് യൂണിറ്റ് 4 ടൈപ്സ് ഓഫ് റിപ്പോർട്ടിംഗ്, പാർലമെന്ററി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് 50 ആണ് പ്രോബബിലിറ്റി ആൻഡ് മീഡിയം ആണ് അതിന്റെ കാറ്റഗറി വരുന്നത്. ഓക്കെ, അടുത്തത് ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ന്യൂസ്, അതിലെ യൂണിറ്റ് 2 ന്യൂസ് സോഴ്സസ്, ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്ന ടോപ്പിക് ഷോർട്ട് നോട്ട് ആണ്, 50 ആണ്
പ്രോബിലിറ്റി വരുന്നത് മീഡിയം ആണ് കാറ്റഗറി. അടുത്തത് ബ്ലോക്ക് 2 ടൈപ്സ് ആൻഡ് ടൂൾസ് യൂണിറ്റ് 5 റിസർച്ച് ഫോർ ജേർണലിസ്റ്റിക് റൈറ്റിംഗ്. അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഇൻ ജേർണലിസം 50 ആണ് അതിന്റെ പ്രോബിലിറ്റി വരുന്നത് മീഡിയം ആണ് കാറ്റഗറി. ബ്ലോക്ക് 4 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 2 യൂണിറ്റ് 11 സ്പോർട്സ് റിപ്പോർട്ടിംഗ് സ്പോർട്സ് റിപ്പോർട്ടർ സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് 50 ആണ് അതിന്റെ പ്രോബിലിറ്റി മീഡിയം ആണ് കാറ്റഗറി വരുന്നത്. Then block 2 types and tools അതിൽ യൂണിറ്റ് 4 types of reporting parliamentary reporting short note ആയിട്ട് 50 ആണ് പ്രോബിലിറ്റി മീഡിയം ആണ് കാറ്റഗറി. ഓക്കെ, അടുത്തത് ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ന്യൂസിലെ യൂണിറ്റ് 2 ന്യൂസ് സോഴ്സസിലെ ന്യൂസ് ഏജൻസീസ് ഷോർട്ട് നോട്ട് 50 ആണ് പ്രോബിലിറ്റി മീഡിയം ആണ് കാറ്റഗറി. ബ്ലോക്ക് 3 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 1 യൂണിറ്റ് 7 സിവിക് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക് 50% ആണ് വരാനുള്ള ചാൻസ് മീഡിയം ആണ് കാറ്റഗറി. ദെൻ ബ്ലോക്ക് 3 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 1 യൂണിറ്റ് 8 സോഷ്യൽ ഇഷ്യൂസ് എൻവയോൺമെന്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക് 50 ആണ് വരാനുള്ള പ്രോബിലിറ്റി ആൻഡ് മീഡിയം കാറ്റഗറി. ദെൻ യൂണിറ്റ് 8 സോഷ്യൽ ഇഷ്യൂസിൽ തന്നെ റിപ്പോർട്ടിംഗ് ഓൺ സീനിയർ സിറ്റിസൺസ് ഷോർട്ട് നോട്ട് 50 ആണ് വരാനുള്ള പ്രോബിലിറ്റി ആൻഡ് മീഡിയം കാറ്റഗറി. പിന്നീട് വരുമ്പോൾ ബ്ലോക്ക് 3 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 1 യൂണിറ്റ് 9 ലൈഫ് സ്റ്റൈൽസ് ഫാഷൻ ആൻഡ് ഫിലിംസ് അതിൽ ഫാഷൻ ഫോട്ടോഗ്രാഫി ഷോർട്ട് നോട്ട് 50 പ്രോബിലിറ്റി ആൻഡ് മീഡിയം കാറ്റഗറി. അടുത്തത് യൂണിറ്റ് 10 ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ അതിൽ എഡ്യൂക്കേഷൻ ബീറ്റ് എന്ന് പറയുന്ന ടോപ്പിക് വരാനുള്ള ചാൻസ് 50% കാറ്റഗറി മീഡിയം. Then block 4 reporting beats 2 unit 13 legal reporting അതിൽ circumstantial evidence short note ആയിട്ട് 50% വരാനുള്ള പ്രോബിലിറ്റി ആൻഡ് മീഡിയം ആണ് കാറ്റഗറി. സോ ഈ പറഞ്ഞ ഹൈ ലിസ്റ്റിലുള്ള ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് നോക്കാം. ഹെൽത്ത് റിപ്പോർട്ടിംഗ് ഹൈബ്രിഡ് 5+15 അതിലെ ന്യൂസ് റൂം റോൾസ് ക്രൈം അതേപോലെ പൊളിറ്റിക്കൽ ലീഗൽ ഇന്റർവ്യൂ എത്തിക്സ് അപ്പൊ ഇതൊക്കെ എത്രത്തോളം വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ലൈക്ക് അത് വന്നിട്ടുള്ള അപ്പിയറൻസ് കൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇപ്പൊ ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും 2 തവണയെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുക അറ്റ്ലീസ്റ്റ്. പലതരത്തിലുള്ള ഫ്ലാഷ് കാർഡ്സ് ദെൻ ടീച്ച് ബാക്ക് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഈ ഒരു സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, നമ്മൾ ഏതൊരു ടോപ്പിക്സ് എടുത്താലും അത് ഇപ്പം ഒരു 3 ഫോർമാറ്റ് അല്ലെങ്കിൽ 4 ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ 4 ഫോർമാറ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ അത് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ദെൻ മീഡിയം എന്ന് പറയുമ്പോൾ 40 to 69 ഇൻ ബിറ്റ്വീൻ പ്രോബിലിറ്റി വരുന്നതാണ്. എലമെന്റ്സ് ഓഫ് ന്യൂസ് റിസർച്ച് ദെൻ സ്പോർട്സ് റിപ്പോർട്ടർ സ്കിൽസ് പാർലമെന്ററി റിപ്പോർട്ടിംഗ് ന്യൂസ് ഏജൻസീസ് സിവിക് എൻവയോൺമെന്റ് സീനിയർ സിറ്റിസൺസ് എഡ്യൂക്കേഷൻ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഒക്കെ ടീച്ച് മാക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഷോർട്ട് നോട്ട്സിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യുക. ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് റൈറ്റപ്പ് ചെയ്യുക. അടുത്തത് ലോ കാറ്റഗറി എന്ന് പറയുമ്പോൾ ബിസിനസ് റിലീജിയസ് ഓർ കോൺഫ്ലിക്ട് സോൺ റിപ്പോർട്ടിംഗ് വെരിഫിക്കേഷൻ വിയ ഓൺലൈൻ സോഴ്സസ് ലൈഫ് സ്റ്റൈൽ ട്രാവൽ ഫുഡ് ഫീച്ചേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഒരു 1 പേജ് ഒരു ആൻസർ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് അതുകൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. December 2025 BA in Journalism and Digital Media. VNM 022 Techniques of Reporting. Time 3 hours and maximum mark 100 ആണ്. 5 questions എന്ത് അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്ക് ആണ്. സോ ക്വസ്റ്റ്യൻ 1 ലൈക്ക് ഹൈബ്രിഡ് ക്വസ്റ്റ്യൻസ് ആണ്. 5+15 20 മാർക്കിന്. In brief explain news values elements that make information newsworthy 5 mark. Then category B write a 350 word news report on a campus safety incident ensuring a clear headline lead logical fluent attribution 15 mark. Okay, സോ ആ ഒരു എന്താ പറയുക ന്യൂസ് റിപ്പോർട്ട് ആണ് 350 വേർഡ്സ് ചോദിച്ചിരിക്കുന്നത്. ന്യൂസ് വാല്യൂസ് എന്ത് ചെയ്യുക A കാറ്റഗറിയിലും എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ 4x5 ആണ്. സോ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഷോർട്ട് ആൻസേഴ്സ് ഓൺ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഫോളോയിങ് ഇൻ എ ന്യൂസ് റൂം. ഓക്കെ, അതിൽ A അസൈൻമെന്റ് എഡിറ്റർ, B ചീഫ് സബ് എഡിറ്റർ, C ഫോട്ടോ എഡിറ്റർ അല്ലെങ്കിൽ D ഓൺലൈൻ ഡിജിറ്റൽ എഡിറ്റർ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ 2 വരുന്ന 20 മാർക്ക്. സോ നിങ്ങൾക്ക് ഈ 8 ക്വസ്റ്റ്യൻസിൽ 5 നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 20 മാർക്ക്. Discuss protocols and ethical considerations in health reporting, including handling patient data, interpreting medical research, and avoiding harm while reporting the public. Block 3 Unit 10 ൽ നിന്നുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 20 മാർക്കിന് explain source verification and legal or ethical constraints in crime reporting. Illustrate how a reporter should work with police records, eyewitnesses, and court filings to prevent misinformation. Block 4 Unit 12 ആണ് വന്നിട്ടുള്ള നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത്. Then coming to question number 5 20 mark.
Evaluate political news gathering and writing during election cycles versus routine governance coverage. Describe sourcing, on-ground reporting, and copy-test coordination that ensure accurate, balanced political stories, which is from Block 4, Unit 14. Then question number 6, 20 mark. Outline the essential elements of a court story and discuss precautions a reporter must take to avoid contempt and prejudice to ongoing proceedings. Okay, Block 4, Unit 13 ൽ നിന്നുമാണ് question ഉള്ളത്. അടുത്തത് question number 7, 20 mark. Describe ethical practices and interviewing techniques for sensitive subjects. Example, survivors, minors or vulnerable sources. Include preparation, consent, questioning style and post-interview responsibilities. Block 2, Unit 6 ൽ നിന്നുമാണ്. അടുത്തത് ഷോർട്ട് നോട്ട് ആണ്. അതിൽ ഇനി 4 ലൈക്ക് ഔട്ട് ഓഫ് 6 ചൂസ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 4 ഓഫ് ദ ഫ്ലോയിങ്. A, right to information RTI as a reporting aid. B, news agencies roles and workflow. Unit 2 ൽ നിന്നുമാണ്. C, environmental reporting responsibilities of a beat reporter. Unit 8. D, education beat key sources. Unit 10. E, do's and don'ts for a sports reporter. Unit 11. F, verification of social media sources. Unit 2. Okay. So blocks 2, 1, 3, 3, 4, 1 are marked. Okay. So these are the questions. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് മോഡലിൽ. So you can practice this question before going to the exam. അപ്പോ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ പറയുന്ന നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടൈമിങ്, നിങ്ങൾ എഴുതുന്ന സ്പീഡ് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ വിത്തിൻ ആ ഒരു 3 hours തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു എക്സാം എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടി നോക്കുക. ദാറ്റ് ഇഫ് യു ഹാവ് ടൈം. ഓക്കെ, സോ അത്രേ ഉള്ളൂ. നല്ല രീതിയിൽ എക്സാം എഴുതുക. ഈ ഒരു ഗൈഡ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് നമ്മൾക്ക് ഇഗ്നോന്റെ എക്സാമിൽ. സോ അതെല്ലാം മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ യെസ്, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഇതെല്ലാം നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.